ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ കിണറ്റിൽ ഒരു നായ വീണു കേട്ടോ. നായ വീണത് രാവിലെ എപ്പോഴാണേ, പക്ഷേ എടുക്കുന്നത് വൈകിട്ടാണ്. കാരണം ഇറങ്ങാൻ ആളെന്നെ കിട്ടണ്ടേ. അപ്പം അടുത്ത വീട്ടിലെ ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇറങ്ങുന്നത്. ആ നായ ജീവന് വേണ്ടി അവിടെ കിടന്ന് കരയാണ് കേട്ടോ. കാരണം അത്രയും വെള്ളം ഉണ്ടായില്ല. സംഭവം നായക്കളൊക്കെ നമുക്ക് ശത്രുക്കൾ തന്നെയാണ്. പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ ഇവർ മനുഷ്യരെ കടിക്കുക, കുട്ടികളെ കടിക്കുക, വലിയവരെ കടിക്കുക, എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ആ നായ അവിടെ കിടന്ന് ജീവന് വേണ്ടി മല്ലടിക്കുന്ന ശബ്ദം നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. അപ്പോൾ വലിയൊരു വങ്കാന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ കിണറ്റിലിറങ്ങുന്ന ആൾ ഭയങ്കര കയറൊക്കെ കെട്ടി മുറുക്കിയിട്ടാണ് കേട്ടോ പുറത്തുനിന്ന് പിടിക്കുന്നത്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിനെ എങ്ങനെയൊക്കെയോ രക്ഷിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കിണറ്റിക്കുള്ള ആൾ പോലും ഇറങ്ങുന്നത്. അവർക്ക് ശ്വാസം കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാനൊരു ടോർച്ചുണ്ടായിരുന്നു, അത് കൊടുത്തുട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വലിക്കുന്നത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു നായയാണെന്ന്. പക്ഷെ അത് നായ ആയിരുന്നില്ല, കിണറ്റിലിറങ്ങിയ ആളായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ പറയായിരുന്നു നായനെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും വേഗം അങ്ങോട്ട് ദൂരേക്ക് പോകാൻ കാരണം അത് ജീവന് വേണ്ടി പട്ടയാണെന്നല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടുകയാവും ചെയ്യുക. ഏത് ഭാഗത്തേക്കാണ് ഓടുകയാണെന്നൊന്നും അറിയില്ല. കാരണം അതിന് പരിസരബോധം ഉണ്ടായിരിക്കില്ല. കാരണം അതിൻ്റെ വയറൊക്കെ വീർത്തിട്ട് അങ്ങനെയൊക്കെ ആവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ എന്നിട്ട് അതിനെ എങ്ങനെയൊക്കെയോ അവർ എല്ലാവരും കൂടി പിടിച്ച് കയറ്റി കേട്ടോ. അതെനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഏറ്റവും ദൂരേക്ക് പോയി നമ്മുടെ സേഫ്റ്റി ഒക്കെ എടുത്താ. ഇതാണ് ആ നായ. അതിനെ സത്യം പറഞ്ഞാൽ അതിന് ആയുസുണ്ട്. അത് കാരണമാണ് രാവിലെ വീണതാണോ രാത്രി വീണതാണോ അറിയില്ല, അത്ര നേരം അതവിടെ പിടിച്ചു നിന്നു. ഒരു 2 മഴയും കൂടി പെയ്തു വെച്ചാൽ അതിൻ്റെ ജീവൻ പോയായിരുന്നു കേട്ടോ. പക്ഷെ അതിനെ രക്ഷിച്ചെടുത്തു ഞങ്ങൾ. എന്നിട്ട് അത് ആ കയറിൻ്റെ തലയിൽ ഇങ്ങനെ കയറിൻ്റെ കെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് അഴിക്കാൻ അത് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ അത് എങ്ങനെയൊക്കെയോ അവിടെ കിടന്ന് അത് ഭയങ്കര പരിശ്രമിച്ചിട്ട് അത് രക്ഷപ്പെട്ടു. ഇത് കാണുമ്പോൾ നമുക്കൊരു സങ്കടവും തോന്നും. പക്ഷേ നായ്ക്കൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യവും തോന്നും. ഇത് ജീവന് വേണ്ടിയിട്ടാണ് അതവിടെ കിടന്ന് കരഞ്ഞത്. അത് കാരണം അതിനെ രക്ഷിച്ചു. പക്ഷേ ഈ നായ്ക്കൾ തന്നെയാണ് നമ്മളേനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കടിക്കുന്നതും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നായ്ക്കൾ ഈ സമൂഹത്തിന് നല്ലതാണോ അതോ ചീത്തതാണോ? എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ. ബൈ.